കൂട്ടുകാർക്കും JB ഫ്ലേവർ ജേണിയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമുക്കിന്നേ നല്ല മട്ട അവൽ വെച്ചിട്ടും മട്ട അരി വെച്ചിട്ടും ഒരു അവൽ പുട്ട് ഉണ്ടാക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്ക്, വെള്ള അവലെടുക്കണ്ട, വെള്ള അരി എടുക്കണ്ട. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ രണ്ടും മട്ട അവലാക്കാനും മട്ട അരി ആക്കാനും ശ്രദ്ധിക്കുക. പോളിഷ് ചെയ്യാത്ത അരിയും അവലും എടുക്കുക. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു അവൽ പുട്ട് തയ്യാറാക്കാം. അപ്പം ഞാൻ ഈ അവൽപ്പുട്ടിൻ്റെ അളവ് പറയാം കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് അവൽ, അങ്ങനെയാണ് കണക്ക്. അവലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം. കപ്പിലായാലും പാത്രത്തിലായാലും 1 കപ്പ് അരിക്ക് 2 കപ്പ് അവൽ. പുട്ടിനുള്ള അരി കഴുകിയിട്ട് വരാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, വെള്ളം തിളപ്പിച്ചിട്ട് അരി കഴുകിയതിന് ശേഷം നമ്മൾ ഈ തിളച്ച വെള്ളത്തിലിടാം. തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് വെക്കണം കേട്ടോ. 2 തിള വന്നതിന് ശേഷം മൂടി വെക്കാം. അതാണ് ഇതിൻ്റെ അരി കുതിർക്കാനുള്ള ഇത്. അപ്പൊ ഞാനിതിട്ടു. 2 നന്നായിട്ടൊന്ന് തിള വന്നിട്ട് അടച്ചു വെക്കാം. പിന്നെ തീ കത്തിക്കേണ്ട കാര്യമില്ല കേട്ടോ, പിന്നെ അടച്ചു വെക്കാം. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2-3 തിള വന്നാ മതി. അരി വേവൊന്നും വേണ്ട. അതെ, നന്നായിട്ട് തിളച്ച് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ടേ തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുതിർത്ത് വെച്ച അരിയില്ലേ, കുതിരാൻ വെച്ച അരി, ആ അരി ഊറ്റിയെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഈ കുതിർത്തിയ അരി ഇത് ഇങ്ങനെ ജ്യൂസ് അരിക്കുന്ന അരിപ്പയാണ് കേട്ടത്, അതിലേക്ക് ഇങ്ങനെ ആക്കി. അപ്പൊ ഇതിന്റെ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുക. വേവൊന്നും വേണ്ട. ഞാനിതൊരു 15 മിനിറ്റാണ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അടച്ചു വെച്ചാൽ നിങ്ങൾ കണ്ടതല്ലേ. അപ്പൊ ഇത് നമ്മൾക്കിനി മിക്സിയിലിട്ടൊന്ന് പൊടിക്കാനാണിത്. അതാണ്, ഒരുപാട് വേവരുത്. പിന്നെ ഞാൻ അവില് പറഞ്ഞ പോലെ ഇതേ മിക്സിയിലിട്ടിട്ടുണ്ട്. ആദ്യം അവില് പൊടിക്കാം കേട്ടോ. അവില് പൊടിച്ചതിന് ശേഷം നമ്മൾ അരിയും കൂടി പൊടിക്കാം. അപ്പൊ നമ്മൾ അവില് പൊടിച്ചു കേട്ടോ. അവില് പൊടിച്ചിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി. ഇതിങ്ങനെ ഇരിക്കുക അവല് പൊടിച്ചത് കണ്ടോ. ഇനിയിപ്പോ അരിയും കൂടി ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പൊ ഇതിങ്ങനെ എന്താ പറയാ, അരി എന്ന് പറയാ, കുതിർത്ത അരി അരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെയായിട്ട് ഇരിക്കുക. ഇത് അപ്പൊ ഇത് കുഴപ്പമില്ല. നമ്മളിത് അവലും കൂടി മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. ഒരു വെള്ളമയം ഉണ്ടാവും ഈ കുതിർത്ത അരിക്ക്. അതുകൊണ്ട് നിങ്ങൾ അവലില് പൊടിയാണല്ലോ, അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും കേട്ടോ. അത് ഞാനിത് വലിയ പാത്രത്തേക്ക് മാറ്റിട്ടോ. കൈയിട്ട് ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റൂല. ഇതിൽ പൊടി ഇടാം. പൊടി ഇട്ടിട്ട് പാകത്തിന് ഇട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ കണ്ടോ, അതെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ സ്ട്രക്ചർ ആകെ മാറിപ്പോ. ഈ ഡ്രൈ അവൽപ്പൊടിയിലേക്ക് ഈ എന്തായാലും നമ്മൾ അരി കുതിരുമ്പോ ഇത്തിരി വെള്ളമയം ഉണ്ടാവും. അത് മിക്സിയിൽ പൊടിക്കുമ്പോ ഇതുപോലെ പൊടി ആവും, ഇങ്ങനെയാവും അരിയുടെ പൊടിച്ചത്. അപ്പൊ ഈ ഡ്രൈ അവലിന്റെ കൂടി ഇടുമ്പോ നല്ല പാകമായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, എളുപ്പപ്പണി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവല് വെറുതെ പൊടിച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പുട്ടുപൊടിയില്ലേ, അത് റാഗിയുടെ പുട്ടുപൊടി ആകാം. ഇപ്പൊ കുറെ പുട്ടുപൊടികൾ ഉണ്ടല്ലോ, ഗോതമ്പ് പുട്ടുപൊടി ആവാം. എല്ലാ പുട്ടുപൊടിയിലും ഇത് മിക്സ് ചെയ്തിട്ട് അവല് പൊടിച്ചതിട്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ പരമാവധി കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ റാഗിയുടെയോ അല്ലെങ്കിൽ ഇപ്പൊ ഗോതമ്പിന്റെ പുട്ടുപൊടിയൊക്കെ ഉണ്ട്, അത് പിന്നെന്താ ചോളത്തിന്റെ പുട്ടുപൊടി, അതിലൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം. അതിപ്പോ അവല് കൂടുതൽ എടുക്കാം. 1 കപ്പ് പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് അവലെടുക്കാം. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇത് ഇങ്ങനെ കുതിർത്തി വെക്കാം. ഞാൻ മട്ട അരിയുടെ അവല് അരിയുടെ വെച്ചിട്ടുണ്ടാക്കാനാണ് ഞാൻ കുതിർത്തൊക്കെ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒരു അടുക്കളയിൽ അരി ഒന്ന് കുതിർത്തിയിട്ട് അടച്ചു വെച്ച് 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പൊടിയിലൊക്കെ നല്ലത് വീട്ടിലുണ്ടാക്കണതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നെ കേട്ടോ. ഉണ്ടാക്കാനുള്ള സിമ്പിളാണുള്ള. ചോറ് വെക്കണം, മട്ടയരി എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചു വെക്കുക. അത് കഴിയുമ്പോൾ അത് ഊറ്റിയിട്ട് നിങ്ങൾക്ക് വെള്ളം നന്നായിട്ട് പോയില്ലെങ്കിൽ ഒരു ടവല്, നല്ല ഉണങ്ങിയ ടവൽ എടുത്തിട്ട് തുടച്ചിട്ട് അരി പൊടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ.
സിമ്പിളാണ് ഇതൊക്കെ. നമ്മളെ പോലെ വീട്ടമ്മമാർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യല്ലേ ഇതൊക്കെ. ഇതേപോലെ പരുവായിട്ടോ. മനവുണ്ട്. പിന്നെ പിടിച്ചാൽ ഇങ്ങനെയാണല്ലോ പിടിയാവണം. അതാണ് പുട്ടിന്റെ പരുവം. അത് എല്ലാവർക്കും അറിയണതല്ലേ, എന്നാലും ഞാൻ കാണിച്ചു തന്നു മാത്രമേ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ചിരട്ടയിലാണ് പുട്ടുണ്ടാക്കണേ. ചിരട്ടയിലാവുമ്പളേ പുട്ടുകൂടൊക്കെ ഉണ്ട്, പക്ഷെ പുട്ട് മേക്കറൊക്കെ, പക്ഷെ ചിരട്ടയിൽ ഉണ്ടാക്കാനാണ് സത്യത്തിൽ എനിക്കിഷ്ടം. എന്താന്ന് വെച്ചാ ചിരട്ട ആവുമ്പോ അത് നല്ല ടേസ്റ്റുമാണ്. പിന്നെ കഴുകാനായിട്ടേ ഭയങ്കര സുഖ. അതാണ് ചിരട്ട കഴുകിട്ടേ അവിടെ ഉണക്കി വെച്ചാ പോരെ. ഗാഡിയിൽ നാളികേരം ഇട്ടു, പുട്ടുപൊടി ഇട്ടു, അത് പറയാൻ മറന്നുപോയിട്ടോ. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ. അത് ഞാൻ ക്യാരറ്റ് ഒരെണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടു. ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഫുഡിൽ പരമാവധി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ചിലർക്ക് കടിച്ചു തിന്നാനൊക്കെ മടിയായിരിക്കേ, അതാണ്. പിന്നെ ഇപ്പൊ നാളികേരം. പിന്നെ പുട്ടുണ്ടാക്കണ കാര്യം നമ്മളൊന്നും പഠിപ്പിക്കണ്ടല്ലോ. നമ്മളാരാ മക്കള് പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട്, നമ്മളോടാണ് കളിയിലെ. അപ്പൊ ഇതേപോലെ പരമാവധി പുട്ടിൻ്റെ ഉള്ളിലൊക്കെ ക്യാരറ്റ് വെക്കുക. പച്ചക്ക് തിന്നാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അതിന്റെ ക്യാരറ്റിന്റെ മധുരവും നാളികേരത്തിന്റെ മധുരവും ആവിലിന്റെ ടേസ്റ്റും എല്ലാം കൂടി ഉണ്ടല്ലോ, ഒരു നമുക്ക് നല്ലൊരു സൂപ്പർ ഫുഡ്. അതായത് ഇത് നമുക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ, ഇതിനൊരു കുഴപ്പമില്ല. നമുക്കിതൊന്ന്, ഞാനേ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായി, അപ്പൊ സ്റ്റീം വന്നിട്ടുണ്ട്. അതിന് നമുക്ക് വെച്ചാലോ. അപ്പൊ കുക്കർ സ്റ്റീം ഒന്ന് തുടങ്ങി, നമുക്ക് പുട്ടൊന്ന് വെക്കാട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, ഭയങ്കര വയറ് പറയും. അപ്പൊ ഇത് നമുക്ക് വേവിച്ചിട്ട് എടുത്ത് പാത്രത്തിലേക്ക് പകർത്താട്ടോ. ഓക്കെ എന്നാ. അവിടെ സെറ്റപ്പിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് പകർത്തിയാലോ. എന്ത് സുഖാല്ലേ ഇങ്ങനെ പുട്ടെടുക്കാനായിട്ട്. ഇതേപോലെ നമ്മള് ക്യാരറ്റിന്റെ ഒക്കെ ലെയർ കണ്ടോ. അപ്പൊ നമുക്ക് ഈ പുട്ട് കഴിക്കാം. പിന്നെ അവിടെ അതിന്റെ ഓട്ടൊന്നും നോക്കണ്ട, അത് അടച്ചു വെച്ചാൽ മതി. ലെയർ കൊണ്ട് നമുക്ക് കടലക്കറി, ഇതിന്റെ കോമ്പിനേഷൻ കടലക്കറിയാണ്. ഞാനിന്ന് നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ. പഴം കൂട്ടി കഴിക്കാം, കടലക്കറിയോ എന്ത് കൂട്ടി കഴിക്കാം. ഇത് നല്ലൊരു കോമ്പിനേഷൻ പറയട്ടെ. മുട്ടയും എന്താ പറയാ, മുട്ടയും പുട്ടും കണ്ടോ, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പൊ നമുക്ക് മുട്ടയും പുട്ടും കടലക്കറി കൂട്ടി കഴിക്കാം. എന്താ, അപ്പൊ നമ്മള് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തിരി പപ്പായ ആപ്പിളൊക്കെ അഴിച്ച് കഴിക്കാന്ന് ഇങ്ങനെ അരിഞ്ഞ്. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടായോ? നിങ്ങൾക്ക് എന്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടായോ? മുട്ടയും പുട്ടും പിന്നെ കടലക്കറിയും ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാലോ. പിന്നെ ഈ ഫ്രൂട്ട്സും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിച്ചാൽ മതി, ബാക്കി എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ എന്താ പറയാ, എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തിക്കോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അത് പറയാൻ മറന്നുപോയി, എല്ലാ പ്രാവശ്യം പറയണതാണ്. ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. പിന്നൊരു കാര്യം പ്രത്യേകം പറയാണ്, ഇഷ്ടത്തോടെ പാചകം ചെയ്യുക, സ്നേഹത്തോടെ വിളമ്പുക, അപ്പൊ രുചി കൂടും. അപ്പൊ ഓക്കെ, ബൈ, നാളെ കാണാം. നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോവാം. തലമുടിയിൽ താരനൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും ചിലവർക്ക്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയിൽ അഴുക്ക്, പൊടി, അങ്ങനെ സ്കാൽപ്പ് ക്ലീൻ ആവാണ്ടിരുന്നാൽ നമുക്ക് താരൻ വരും, എണ്ണമയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ സ്കാൽപ്പ് ഡ്രൈ ആയാലും താരൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്
സ്കാൽപ്പ് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ചെറിയ താരനൊക്കെ പോകാനാണെങ്കിൽ ഹോം റെമഡി ഒരു പിടി നാളികേരം എടുത്തിട്ട് അത് കട്ടിയായിട്ട് വെള്ളം ചേർക്കാണ്ട് പാല് പിഴിഞ്ഞതിന് ശേഷം അതിലൊരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. അപ്പോൾ സ്കാൽപ്പ് നല്ല ക്ലീൻ ആവും. ഷാമ്പു ഇട്ട് വാഷ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ താരം മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ.